ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രൊഡക്റ്റ്. അത് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്നതായാലും അടിപൊളിയാവില്ലേ? ഫ്രാഗ്രൻസ് ഹൗസ് മേക്കിംഗ്, അതായത് ഫ്രാഗ്രൻസ് ഇൻസെൻസ് കോൺസ് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. മോഡലിംഗ് ക്ലേ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. മോഡലിംഗ് ക്ലേ ഹൗസിന് വേണ്ട രൂപത്തിൽ മൗൾഡ് ചെയ്തെടുത്ത് ഇതുണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലും അതുപോലെ വർക്ക് പ്ലേസിലും വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ മോസ്കിറ്റോ റെപ്പലൻ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇൻസെൻസ് കോണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. വീട്ടിൽ ഒരു കോർണറിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഈ മോൾഡിംഗ് ക്ലേ ഉപയോഗിച്ചിട്ട് നീട്ടി പരത്തി ഉരുട്ടി ഒരു വീടുണ്ടാക്കാം. വീട് നിങ്ങൾക്ക് പിന്നെ അതിനെപ്പോലെ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും അതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. തെങ്ങും ചെടികളും പൂക്കളും എല്ലാം ആഡ് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീടും അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അത് അത്രയും ഭംഗിയിലിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള 3 പീസ് മോൾഡ് ചെയ്തെടുക്കുക. ആ 3 പീസും ഒരു റിംഗ് ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കുക. അടുത്തത് റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ 3 പീസ് സെറ്റാക്കി എടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വാളിൻ്റെ മുകളിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ 3 റൂഫിൻ്റെ പീസുകളും കൂടെ അതിനോട് കൂടി യോജിച്ച് കൊടുക്കുക. ഇനി ചിമ്മിനിക്ക് വേണ്ടിയിട്ടുള്ള കുഴലാണ് ഉണ്ടാക്കുന്നത്. അത് ഫിംഗറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റിംഗ് ഷേപ്പിൽ സെറ്റാക്കി എടുക്കുക. ഇനി കുഴൽ റൂഫിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ റൂഫിന് ഈ കുഴലിന് പാകമായിട്ടുള്ളൊരു റൗണ്ട് ഷേപ്പ് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി ലാസ്റ്റ് പാർട്ട് ബേസ്മെന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ ക്ലേ മോൾഡ് ചെയ്തെടുക്കാം. വീടിന്റെ അടിഭാഗത്തിനനുസരിച്ച് ബേസ്മെന്റിന്റെ അടിഭാഗം ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി വീടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിന്റ് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള അക്രിലിക് പെയിന്റ് ആണ്. അത് യൂസ് ചെയ്തിട്ട് വീടിന് പെയിന്റ് ചെയ്യുക.
ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.